Good morning. Today we are going to discuss looping statements, conditional statements and looping control statements. Why a programming language need these type of statements? Because generally a programming language execute from top to bottom, that is line by line execution. നമുക്കറിയാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സാധാരണ ടോപ്പ് ടു ബോട്ടം എക്സിക്യൂഷൻ ആണ് നടത്തുക. അതായത് ഫ്രം ലൈൻ ബൈ ലൈൻ ആയിട്ട് ടോപ്പ് ടു ബോട്ടം, ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ കൺട്രോൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഈ ഡെസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അതിൽ പല രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, ലൂപ്പിംഗ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ 4 തരം കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ജാവ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് സിൻടാക്സ് if statement, then condition, then within curly braces statements. ഇതാണ് സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ്. അതായത് ഒരു കണ്ടീഷൻ, ഒരു ട്രൂ ഓർ ഫോൾസ് കണ്ടീഷൻ, അതിനനുസരിച്ച് എന്ത് എക്സിക്യൂട്ട് ചെയ്യും? ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ, then the statements will execute. Otherwise the control jump to the following statement or out of the statement. Then second one, if with else. If with else syntax, if condition, then statement 1, else statement 2. else പാർട്ടിന് കണ്ടീഷൻ ഉണ്ടാകില്ല, ഇഫിന് കണ്ടീഷൻ, then statement, else statement 2. If condition true, statement 1 will execute, otherwise statement 2 will execute. C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ സെയിം കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ഇവിടെയും ജാവയിലും യൂസ് ചെയ്യുന്നത്. ഒന്നാമത് സിമ്പിൾ ഇഫ്, രണ്ടാമത് ഇഫ് വിത്ത് എൽസ്. ഇഫിൻ്റെ സിമ്പിൾ ഇഫ് കണ്ടീഷൻ ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട്, അതർവൈസ് control jump to here, out of the statement. Then if with else, if condition true, statement 1 will execute, otherwise statement 2 will execute. ഇതിൽ പ്രോഗ്രാമിൻ്റെ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ അതിനെ ചേഞ്ച് ചെയ്യാണ് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ. ലൈൻ ബൈ എക്സിക്യൂഷൻ എന്ന് മാറി ഒരു പ്രോഗ്രാമിൻ്റെ കൺട്രോള് പല സ്ഥലങ്ങളിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നെസ്റ്റഡ് ഇഫ്. ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടീഷൻ്റെ ഉള്ളിൽ മറ്റൊരു ഇഫ്, അതിനെയാണ് നെസ്റ്റഡ് ഇഫ് കണ്ടീഷൻ, ദെൻ വിത്തിൻ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അനദർ ഇഫ് കണ്ടീഷൻ 2, ദെൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് ബോത്ത് കണ്ടീഷൻസ് ആർ ട്രൂ, ദി സ്റ്റേറ്റ്മെൻറ്റ് വിൽ എക്സിക്യൂട്ട്. ഇഫ് കണ്ടീഷൻ ഫസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നേരെ കൺട്രോള് ഇതിന് ശേഷം, ഈ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം ഇവിടെ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യാം. രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യും. ഒരു ഇഫിൻ്റെ ഉള്ളിൽ മറ്റൊരു ഇഫ് വരുന്നതിനാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള എക്സിക്യൂഷൻ ആയിരിക്കും ഈ നെസ്റ്റഡ് ഇഫിൽ വരിക. അടുത്തത് നാലാമത്തെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് സിൻടാക്സ് സ്വിച്ച് എക്സ്പ്രഷൻ, ദെൻ കേളി ബ്രേസ്, കേസ് വാല്യൂ, കോളൻ, സ്റ്റേറ്റ്മെൻറ്റ്സ്, ബ്രേക്ക്, കേസ് വാല്യൂ 1, വാല്യൂ 2, അങ്ങനെ എക്സെട്ര എത്ര വാല്യൂസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ദെൻ ലാസ്റ്റ് ഡിഫോൾട്ട് കേസ്, ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ എക്സ്പ്രഷൻ്റെ കേസ് വാല്യൂ മാച്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യാം. ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ, കേസ് വാല്യൂ ഇതിന് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യും. ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ ഈ വാല്യൂവിന് മാച്ച് ചെയ്യുന്നെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇതൊന്നും മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ. എവിടെയും പ്രോഗ്രാമിൻ്റെ കൺട്രോള് പല രീതിയിൽ ചേഞ്ച് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്, നെസ്റ്റഡ് ഇഫിലും സ്വിച്ച് ഇഫിലും. ഇത്രയാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ജാവ പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ ആണെങ്കിൽ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. ഈ സിമ്പിൾ ഇഫ്
സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സാമ്പിൾ, ഇഫ് I is equal to 0, then println system dot out dot println I. ഇങ്ങനെ നമ്മൾ കോഡ് എഴുതിയ ഇഫ് കണ്ടീഷൻ ട്രൂ, ഈ I ഈക്വൽ ടു 0, ഐയുടെ വാല്യൂ 0 ആണെങ്കിൽ സിസ്റ്റം println I പ്രിന്റ് ചെയ്യും. ട്രൂ 0 അല്ലെങ്കിൽ കൺട്രോൾ ഇവിടേക്ക് വരും. അതേപോലെയാണ് ബാക്കി എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും വർക്ക് ചെയ്യുന്നത്. ഇവിടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ അതർവൈസ് സ്റ്റേറ്റ്മെൻറ്റ് 2 വിൽ എക്സിക്യൂട്ട്. ഇവിടെ ബോത്ത് കണ്ടീഷൻ ട്രൂ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് വിൽ എക്സിക്യൂട്ട്. ഇവിടെ എക്സ്പ്രഷനുകളാണ്, എക്സ്പ്രഷൻ്റെ വാല്യൂ അനുസരിച്ച് ഏതെങ്കിലും കേസുകളായിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു കേസ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ബ്രേക്ക് യൂസ് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ കേസ് മാത്രമേ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇങ്ങനെ ഒരു സ്വിച്ച് കേസിൻ്റെ പ്രത്യേകത, സ്വിച്ച് കേസിൽ ഡിഫോൾട്ട് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ, ഈ ഡിഫോൾട്ട് എന്ന് പറഞ്ഞുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷണലാണ്, നമ്മൾ മാൻഡേറ്ററി യൂസ് ചെയ്യണമെന്നില്ല. അതേപോലെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റുകളും ഓപ്ഷണലാണ്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ മറ്റ് കേസ് വാല്യൂവും കൂടിയും അത് ചെക്ക് ചെയ്യും. അതായത് ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ ഈ വാല്യൂവിന് ഈക്വൽ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ബ്രേക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ കൺട്രോൾ ഔട്ട് ഓഫ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ വരും. ഇനി ഈ ബ്രേക്ക് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇവിടെ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ ഈ കേസ് വാല്യൂ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ അനദർ കേസ് വാല്യൂ ഇതും ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്യും. അതായത് ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു ഈ സ്വിച്ച് കേസിൽ നിന്ന് ജമ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. യഥാർത്ഥം ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ സിയിൽ പഠിച്ച സെയിം ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ് യൂസ് ചെയ്യുന്നത്. ഫോർ, വൈൽ, ഡു വൈൽ. ഫോർ സ്റ്റേറ്റ്മെൻറ്റ് സിൻടാക്സ് ഫോർ, ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് കണ്ടീഷൻ, അപ്ഡേഷൻ, ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ, ഒരു വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യും. ആ വാല്യൂ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആ കണ്ടീഷൻ, ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ കണ്ടീഷന് ശേഷം സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് വിൽ എക്സിക്യൂട്ട്. ദെൻ കൺട്രോൾ പാസ് ടു അപ്ഡേഷൻ, ദെൻ ടെസ്റ്റ് കണ്ടീഷൻ, then again check the condition, then statement will execute. If condition is true, statement will execute, then pass to updation. ഇങ്ങനെയാണ് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുക. ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് കണ്ടീഷൻ, ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ, സ്റ്റേറ്റ്മെന്റ് വിൽ എക്സിക്യൂട്ട്, then control pass to updation, then again test condition, if condition is true, statement will execute, then control pass to updation. If statement this loop will execute until the statement become false. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആവുന്നത് വരെ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഫോർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റഡായി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തത് വൈൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് വൈൽ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ഇനീഷ്യലൈസേഷൻ, അപ്ഡേഷൻ സ്റ്റേജസ് ഇല്ല, സിംഗിൾ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതർവൈസ് ഇത് ഫാൾസ് ആവുന്നത് വരെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. റിപ്പീറ്റിംഗ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് അൺടിൽ ദ കണ്ടീഷൻ ബിക്കം ഫാൾസ്. ഇതാണ് വൈൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ ഡു വൈൽ നമുക്കറിയാം ഏകദേശം സെയിം പ്രോസസ്സാണ് ചെയ്യുന്നത്, വർക്കിംഗ് ആണ്. പക്ഷേ ഇവിടെ ഡു കേളി ബ്രേസ് ഓപ്പൺ, വിത്തിൻ കേളി ബ്രേസ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ദെൻ വൈൽ കണ്ടീഷൻ. ഇവിടെ ഒരു വ്യത്യാസം, വൈൽ ലൂപ്പിൽ ഫസ്റ്റ് കണ്ടീഷൻ ചെക്കിംഗ് ആണ്, ഡു വൈൽ ലൂപ്പിൽ ലാസ്റ്റ് ആണ് കണ്ടീഷൻ ചെക്കിങ്. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന് ശേഷമായിരിക്കും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതായത് ഡു വൈൽ ലൂപ്പ് അറ്റ്ലീസ്റ്റ് വൺ ടൈം എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഡു വൈൽ ലൂപ്പ് ഫസ്റ്റ് ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് കണ്ടീഷൻ ട്രൂ, അഗെയിൻ സ്റ്റേറ്റ്മെൻറ്റ് വിൽ എക്സിക്യൂട്ട്. അതർവൈസ് ഇഫ് കണ്ടീഷൻ ഫാൾസ്, ഇറ്റ് വിൽ ഔട്ട് ഓഫ് ദ ലൂപ്പ്. കൺട്രോൾ കം ഔട്ട് ഓഫ് ദ ലൂപ്പ്. ദെൻ മൂന്നാമത് സ്റ്റേറ്റ്മെൻറ്റുകൾ ലൂപ്പിംഗ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. രണ്ട് രീതിയിലുള്ള ലൂപ്പിംഗ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. ബ്രേക്ക് കണ്ടിന്യൂ, രണ്ട് രീതിയിലുള്ള ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. അത് നമുക്കറിയാം, ഒരു ജമ്പ് ചെയ്യാൻ, ഒരു ലൂപ്പിൽ നിന്ന് ഒരു അൺകണ്ടീഷണലായിട്ട് ജമ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ്
ഈ ലൂപ്പിംഗ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. അതിനെ രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് ബ്രേക്ക്, കണ്ടിന്യൂ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ബ്രേക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നു. അതായത് ഒരു ബ്രേക്ക് എൻകൗണ്ടർ ചെയ്താൽ ഇഫ് എ ബ്രേക്ക് എൻകൗണ്ടേർഡ് ദ കൺട്രോൾ കം ടു ഔട്ട് ഓഫ് ദി ലൂപ്പ്. അതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എൻകൗണ്ടർ ചെയ്താൽ അല്ലെങ്കിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ കമ്പൈലർ ആ ലൂപ്പ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷം അതിൻ്റെ കൺട്രോള് വൈൽ ലൂപ്പിന് പുറത്തേക്ക് അതിന് ശേഷം എന്താണ് എഴുതിയിട്ടുള്ളത് അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടിന്യൂ എന്നുള്ളത് റിപ്പീറ്റഡ് ആയിട്ട്, അതായത് അതിന് ശേഷം കണ്ടിന്യൂ എൻകൗണ്ടർ ചെയ്താൽ അതിന് ശേഷം വരുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും ആ ലൂപ്പിൽ ആ കണ്ടിന്യൂവിന് ശേഷം വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ സ്കിപ്പ് ചെയ്ത് ഈ ലൂപ്പ് അഗെയിൻ റിപ്പീറ്റഡ് ആയി എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. ഒന്നുകൂടി കണ്ടിന്യൂ ചെയ്യും. ഇവിടെ എക്സാമ്പിൾ നോക്കുക. ബ്രേക്കിന് i = 0 while i less than 10 if i is equal to 7 ബ്രേക്ക്. അതായത് i = 0 i less than 10 ട്രൂ. i 0 ആണ്, i less than 10 ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ if i = 7 അല്ല, i = 0 ആണ്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല. i++ then i = 2 1 again റിപ്പീറ്റ് ചെയ്യും. വെൻ i = 7 ആകുമ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആയിരിക്കും. i = 7 then ബ്രേക്ക്. അവിടെ വെച്ചിട്ട് ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്യും. ഇവിടെ ഒരു എക്സിക്യൂഷൻ, ഇവിടെ ഒരു പ്രിന്റിംഗ് സ്റ്റെപ്പ് കൊടുത്താൽ ഇതിൽ 6 വരെ മാത്രമായിരിക്കും പ്രിന്റ് ചെയ്യുക. 0 to 6 മാത്രമായിരിക്കും പ്രിന്റ് ചെയ്യുക. 7 ടൈമിൽ ഇഫ് കണ്ടീഷൻ 7 ബ്രേക്ക്, ഈ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ചെയ്യും. അതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. കണ്ടിന്യൂ പറയുന്നത് വൈൽ ഐ സെയിം നോക്കാം. സെയിം എക്സാമ്പിൾ i = 0 while i less than 10 if i = 7 കണ്ടിന്യൂ. അതായത് ഇഫ് i = 7 ആകുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ നമ്മളൊരു പ്രിന്റ്എല്ലാം കൊടുത്തിട്ടുണ്ട്. സിസ്റ്റം ഔട്ട് ഡോട്ട് println ഐയുടെ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 0 ആകുമ്പോൾ while i less than 0 less than 10 ട്രൂ. അങ്ങനെയാണെങ്കിൽ ഇഫ് i = 7 false ആകുമ്പോൾ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println i പ്രിന്റ് ചെയ്യും, 0 പ്രിന്റ് ചെയ്യും. ദെൻ i++ 1 പ്രിന്റ് ചെയ്യും, 2 പ്രിന്റ് ചെയ്യും, 3 പ്രിന്റ് ചെയ്യും, 4 5 7th ടൈമിൽ അതായത് i = 7 ആ കണ്ടീഷൻ ട്രൂ ആവും. കണ്ടിന്യൂ എൻകൗണ്ട് ചെയ്യുമ്പോൾ അഗെയിൻ ഈ ഭാഗം സ്കിപ്പ് ചെയ്യും. ദെൻ കൺട്രോൾ പാസ് ടു നെക്സ്റ്റ് ടെസ്റ്റ് കണ്ടീഷൻ. അതായത് 7 എവിടെ പ്രിന്റ് ചെയ്യില്ല. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 0 to 9 ആയിരിക്കും. പക്ഷേ ഇതിൽ 7 പ്രിന്റ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം 7 കണ്ടിന്യൂ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനുശേഷം ഈ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് 7th വർക്ക് ചെയ്യില്ല. അതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്. ഇത് രണ്ട് രീതിയിൽ കണ്ടിന്യൂ യൂസ് ചെയ്യാം. ഒരു ഫോർ ലൂപ്പിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഒരു കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഫോർ ലൂപ്പിലാണെങ്കിൽ അത് നേരെ ടെസ്റ്റ് അപ്ഡേഷനിലേക്ക് ആയിരിക്കും പിന്നെ കൺട്രോൾ പാസ് ചെയ്യുക. അതായത് ഫോർ ലൂപ്പിൽ കണ്ടിന്യൂ ആണെങ്കിൽ ദെൻ കണ്ടിന്യൂ എൻകൗണ്ട് ചെയ്ത അപ്ഡേഷനെ ആയിരിക്കും. വൈൽ ലൂപ്പിലാണെങ്കിൽ കണ്ടിന്യൂ നേരെ ദെൻ ടെസ്റ്റ് കണ്ടീഷനിലേക്ക് പാസ് ചെയ്യും. അതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്. ഇത്രയാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്, ലൂപ്പിംഗ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ജാവ.